ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവുമധികം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് 1739 നടന്ന നാദിർഷയുടെ ഡൽഹി ആക്രമണം. നാദിർഷാ എന്നത് പേർഷ്യയുടെ ശക്തനായ ഭരണാധികാരിയായിരുന്നു. തൻ്റെ സൈനിക പ്രതിഭയാലും ക്രൂരതയാലും അറിയപ്പെടുന്ന വ്യക്തി. ഈ സമയം ഉത്തരേന്ത്യയിൽ നിലനിൽക്കുന്ന സാമ്രാജ്യമായിരുന്നു മുഗൾ സാമ്രാജ്യം. ആഭ്യന്തര കലഹങ്ങളാലും ഭരണത്തിലെ ദുർബലതകളാലും ക്ഷയിച്ച അവസ്ഥയിലായിരുന്നു അത്. ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തി നാദിർഷാ സമ്പന്ന മേഖലയായ മുഗൾ ഇന്ത്യയെ അധിനിവേശം ചെയ്യാൻ തീരുമാനിച്ചു. നാദിർഷാ അങ്ങനെ ഇന്ത്യൻ മേഖലയിലേക്ക് മാർച്ച് ചെയ്തു. ഈ നീക്കം പ്രതിരോധിക്കാൻ മുഗൾ ചക്രവർത്തിയായ മുഹമ്മദ് ഷാ മുഗൾ പടയെ സജ്ജമാക്കിയെങ്കിലും ആ സൈന്യത്തിന് നല്ലൊരു നായകന്റെ അഭാവം ഉണ്ടായിരുന്നു. ഇരു വിഭാഗവും അങ്ങനെ ഹരിയാന മേഖലയായ കർണാലിൽ വെച്ച് ഏറ്റുമുട്ടി. യുദ്ധത്തിൽ മുഗളർക്ക് ദയനീയമായ തോൽവിയായിരുന്നു ഫലം. ഇതിനെ തുടർന്ന് നാദിർഷാ നേരെ ഡൽഹിയിലേക്ക് കുതിച്ചു. നഗരത്തിൽ പ്രവേശിച്ച ശേഷം നാദിർഷാ മുഗൾ ചക്രവർത്തിയോട് ബഹുമാനപൂർവ്വം പെരുമാറിയെങ്കിലും പിന്നീട് നഗരത്തിലെ ജനങ്ങൾ കലാപം പുറപ്പെടുവിച്ചപ്പോൾ നാദിർഷയുടെ ധാരാളം സൈനികരെ അവർ വധിക്കുകയും ചെയ്തു. ഈ വിവരം പറഞ്ഞ നാദിർഷാ രോക്ഷാകുലനാവുകയും ക്രൂരമായ കൊലപാതകങ്ങൾക്ക് ഉത്തരവിട്ടു. ഒരു ദിവസം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് സാധാരണ ജനങ്ങൾ വാളിനും അഗ്നിക്കും ഇരയായി. ഡൽഹി നഗരമങ്ങനെ രക്തത്തിൽ മുങ്ങി. അനവധി വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു. ലോകപ്രശസ്തമായ പീകോക്ക് ത്രോൺ അടക്കം അമൂല്യ രത്നങ്ങളും സമ്പത്തുകളും കൊള്ളയടിക്കപ്പെട്ടു. കൊഹിനൂർ വജ്രവും അന്ന് നാദിർഷയുടെ കൈകളിലെത്തി. ഈ ആക്രമണം മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് വലിയൊരു കാരണമായി. ഇത് ഇന്ത്യയിലെ മറ്റൊരു പ്രാദേശിക ശക്തിയായ ബ്രിട്ടീഷുകാർക്ക് ഉയരാനുള്ള വഴിത്തിരിവായി മാറി. അങ്ങനെ നാദിർഷയുടെ ഡൽഹി ആക്രമണം മുഗൾ സാമ്രാജ്യം എന്ന വമ്പൻ ശക്തിയുടെ അവസാനം കുറിച്ച ഭീകരാക്രമണം എന്ന് ഇന്ത്യൻ ചരിത്ര രേഖകളിൽ കണക്കാക്കപ്പെടുന്നു.